തപസ്സിൻ്റെ ആദ്യ വാരത്തിൽ നമ്മൾ ഓർത്തെടുത്തത് മാപ്പിനെക്കുറിച്ചാണ്. ഒറ്റമുറിവായിട്ട് ഒരു നിലവിളിയായിട്ട് അവിടുന്ന് കടന്നു പോകുമ്പോഴും ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുകയാണ്. മാപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന തിങ്ക് ഫേവറബിളി ഫോർ അതേഴ്സ് എന്നുള്ള സദാ മനുഷ്യർക്ക് വേണ്ടി ചിന്തിച്ചിരുന്ന ഒരാളുടെ പേരായിരുന്നു യേശു. അവരുടെ ആംഗിളിൽ നിന്ന് കുറേ കൂടി ഈ കൂടെ പാർക്കുന്നവരുടെ ആംഗിളിൽ നിന്ന് ജീവിതത്തെ കാണാനായിട്ടുള്ളൊരു പ്രകാശത്തിനും ധൈര്യത്തിനും ഇടയൊക്കെ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ മൊഴിയെന്ന് പറയുന്നത് നീ എന്നോടൊപ്പം പർദീസയിലാണെന്ന് പറഞ്ഞ ഒരു വാക്കാണ്. കണ്ണിമ അടയുന്നതിനേക്കാൾ മുമ്പേ ഒരാൾ അവിടത്തോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ ഓർക്കണമേ. പക്ഷേ ഇത്രയും ലളിതമായൊരു പ്രാർത്ഥനയില്ല. എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഒരാൾ മറ്റാളുടെ ഏറ്റവും സേക്രഡായ ഇടങ്ങളിൽ, ഏറ്റവും വിശുദ്ധമായ നിമിഷങ്ങളിൽ ഓർക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ അയാളോടാണ് പറയുന്നത്, നീ എന്നോടൊപ്പം നിശ്ചയമായിട്ടും പർദീസയിലുണ്ടായിരിക്കും. നമ്മളെത്ര വൈകി എന്നുള്ളതൊക്കെ ഒരു അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇങ്ങനെ 1-ാം മണിക്കൂർ വന്നയാൾക്കും 11-ാം മണിക്കൂർ വന്നയാൾക്കും വന്തിയിൽ കൊടുക്കുന്ന കൂലി ഒന്നാണെന്നൊരു കഥ യേശു പറഞ്ഞിട്ടുണ്ട്. 1-ാം മണിക്കൂർ എന്ന് പറയുന്നത് രാവിലെ 6 മണി സമയമാണ്. 11-ാം മണിക്കൂർ എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി സമയമാണ്. അതായത് 1 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഈ 6 മണിക്ക് വന്നയാൾക്കും വൈകുന്നേരം 5 മണിക്ക് വന്നയാൾക്കും കൂലി കൈമാറ്റം ചെയ്യുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പിടുത്തം കിട്ടിയൊരു കാര്യം ഇതാണ്: എല്ലാവരുടെയും കൈവേളയിൽ ഇപ്പോൾ ഒരേ നാണയമോ, ഒരേ ധനാറയോ, ആർക്കും കൂടുതലോ കുറവോ ഇല്ല. നിങ്ങളെത്ര വൈകി അവനിലേക്ക് വന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മീയാനുഭൂതികളുടെ ധനാറ ഒന്ന് തന്നെയാണ്. ഒരാളും വൈകിയിട്ടില്ല, ഒരാളും നഷ്ടമായിട്ടില്ലെന്നുള്ളതായിരുന്നു ആദ്യ വാരത്തിലെ നമ്മുടെ സുവിശേഷം. രണ്ടാമത്തേനകത്ത് ഒരാളും വൈകിയിട്ടില്ലെന്ന് പറഞ്ഞൊരു വിചാരമുണ്ട്. വിശ്വനഗരിയിലേക്ക് 4 വശത്തു നിന്നും വാതിലുണ്ടെന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ല. ഇങ്ങനെ ഈ 4 വശം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങളാണെന്നാണ് പറയുന്നത്. ബാല്യമോ, കൗമാരമോ, മധ്യവയസ്സോ, വാർദ്ധക്യമോ. നിങ്ങൾ ഏത് ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് ഈ അനുഭൂതിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാലും അതിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. ആ വാക്കുകൂടി നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. പർദീസ എന്ന് പറഞ്ഞ വാക്ക് ഒരു പേർഷ്യൻ വേർഡാണ്. വളച്ചു കെട്ടിയ തോട്ടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫെൻസ്ഡ് ഗാർഡൻ. സുൽത്താന് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു മതിപ്പോ സൗഹൃദമോ ആദരവോ ഒക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നൊരു ജസ്റ്റർ അയാളെ ഈ തോട്ടത്തിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി കൈക്ക് പിടിച്ച് ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കും. ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ നിന്നൊരു ഭക്ഷണം കഴിക്കും. അന്തിയിൽ പിരിഞ്ഞു പോകും. അങ്ങനെ സുൽത്താൻ്റെ കരം പിടിച്ച് ഈ വൃക്ഷങ്ങൾക്കിടയിലൂടെ നടന്ന വ്യക്തിക്ക് ദേശക്കാർ മരിക്കുവോളം വലിയ ആദരവ് കൊടുക്കും. കാരണം അയാൾ പ്രഭുവിൻ്റെ കൈപിടിച്ച് സഞ്ചരിച്ച ഒരാളാണ്. എന്താ പർദീസ എന്ന് പറയുന്നത്? വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ് ദ വുഡ്സ്. എവിടെ കൂടി നടക്കുമ്പോഴും, എവിടെ അലയുമ്പോഴും, എവിടെ ചിതറിപ്പോകുമ്പോഴും ഒരു ധൈര്യമുണ്ടാവുകയാണ് പ്രധാനം. ആ പ്രഭുവിൻ്റെ കൈ പിടിച്ചാണ് എൻ്റെ സഞ്ചാരം. ആരോ ഒരാൾ നമ്മുടെ കൈ മുറുക്കെ പിടിക്കുന്നുണ്ട്. അത് വെളിച്ചം കിട്ടുന്ന ദിവസം മുതൽ, അതിനകത്തൊരു ധൈര്യം ഉണ്ടാകുന്ന ദിവസം മുതൽ നിങ്ങളുടെ പർദീസയിലാണ്. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശുദ്ധത സംരക്ഷിക്കുവാൻ ജീവൻ വെടിഞ്ഞ മറ്റൊരു വിശുദ്ധയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വിശുദ്ധ ആഗ്നസ്. വിശ്വാസത്തിനും ശുദ്ധതയ്ക്കും വേണ്ടി ജീവൻ സമർപ്പിച്ചവൾ. വിശുദ്ധിയെ കാറ്റിൽ പറത്തുന്ന പുതിയ തലമുറയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണിവൾ. AD 290 റോമിലെ പ്രഭു കുടുംബത്തിൽ ജനിച്ച അവൾ ദൈവസ്നേഹത്തിലും ആഴമായ വിശ്വാസത്തിലും വളർന്നു. തികഞ്ഞ അസന്മാർഗീയതയിലാണ് അന്ന് റോമാക്കാർ ജീവിച്ചത്. കഠിനമായ മതമർദ്ദനം നടക്കുന്ന സമയം. വിവാഹപ്രായമാകവേ വിശുദ്ധ തൻ്റെ ജീവിതം മണവാളനായ ക്രിസ്തുവിന് സമർപ്പിച്ചിരുന്നു. ആ സമയം അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ പ്രഭുകുമാരൻ പ്രോക്കസ് വിലയേറിയ സമ്മാനങ്ങളുമായി വീട്ടിൽ വരുന്നു. എങ്കിലും അവൾ നിരസിച്ചു. അവൾ പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു പോവുക. എനിക്ക് മറ്റൊരു മണവാളനുണ്ട്. ഇവയേക്കാൾ വലിയ സമ്മാനമാണ് എനിക്ക് അദ്ദേഹം തന്നിരിക്കുന്നത്. ക്രിസ്തുവാണ് അവളുടെ മണവാളൻ എന്ന് തിരിച്ചറിഞ്ഞ അയാൾ രോഷം കൊണ്ടു. അവരെ നഗ്നയാക്കി അശുദ്ധമാക്കാൻ വിധിച്ചു. നല്ല ദൈവം അവളെ സംരക്ഷിച്ചു.
ശരീരമാകെ മുടി തഴച്ചു വളർന്നു. ആസക്തിയോടെ അടുത്തു ചെന്ന പുരുഷന്മാർ മരിച്ചു വീണു. ജയിലിൽ കിടക്കവേ വീണ്ടും പ്രോക്കസ് വരുന്നു. പക്ഷേ അവന് അവിടെ മരിച്ചു വീഴുന്നു. പിതാവായ പ്രഭുവിൻ്റെ അപേക്ഷ പ്രകാരം പ്രാർത്ഥിച്ച് ആഗ്നസ് അവന് ജീവൻ തിരികെ നൽകുന്നു. ക്രിസ്തുവാണ് ഏകദൈവം എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ ജനം അവളുടെ രക്തത്തിനായി ആക്രോശിച്ചു. അങ്ങനെ ശിരച്ഛേദനം വഴി അവൾ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് യാത്രയായി. ഇന്നത്തെ യുവജനങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.